ഇന്നും ഏറ്റവും ചർച്ചയാകുന്നത് PV അൻവർ തന്നെയാണ്. അദ്ദേഹം ഉയർത്തിവിട്ട ആരോപണങ്ങൾ, വിവാദങ്ങളൊക്കെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ പരാതികൾ ഏതായാലും CPIM പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിക്കും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും PV അൻവർ MLA പരാതി നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം. എന്നാൽ ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ P ശശി വ്യക്തമാക്കുന്നു. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, അൻവർ പരാതി നൽകി, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അനുഭാവപൂർവ്വം പരിഗണിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ P ശശിക്കെതിരെ അന്വേഷണം വരുന്നു, അല്ലെങ്കിൽ ഈ പരാതികൾ പരിശോധിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു എന്നതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതായാലും ഈ അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ശശിയെ ഉടൻ മാറ്റേണ്ട എന്നൊരു തീരുമാനം പാർട്ടിക്കകത്തുണ്ടല്ലോ. ഈ പരാതികൾ ഏത് രീതിയിലായിരിക്കും പരിശോധിക്കപ്പെടുക? വിനിത, CPIM-ന്റെ സ്വതന്ത്ര MLA ആയ PV അൻവർ ഉന്നയിച്ച പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും പ്രധാനമായും പരാമർശിക്കപ്പെട്ടത് P ശശിക്കെതിരായ പരാതികളാണ്. എന്നാൽ ഈ പരാതികളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ശശിയെ മാറ്റാനോ തിടുക്കപ്പെട്ട അത്തരമൊരു നീക്കത്തിലേക്ക് പോകാനോ CPIM തയ്യാറല്ല. അതിനൊക്കെയുള്ള ചർച്ചകളും അന്വേഷണങ്ങളും പരിശോധനകളും പാർട്ടി സംഘടനയ്ക്കകത്ത് നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോൾ അത്തരമൊരു നീക്കൽ പോലുള്ള ആലോചനകളൊന്നും CPIM-ന് മുന്നിലില്ല. എന്നാൽ ഉയർന്നു വന്ന പരാതികളെ അതിൻ്റെ മെറിറ്റിൽ പരിശോധിക്കുമെന്ന കാര്യം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിയുടെ സ്വതന്ത്ര MLA നൽകുന്ന പരാതി, ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചു പോകുക എന്നതാണ് CPIM ആലോചിക്കുന്നത്. മറ്റന്നാൾ ചേരുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ അന്വേഷണം ഏത് നിലയ്ക്കാകണമെന്ന ചർച്ചകളും തീരുമാനങ്ങളും കൂടി ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തിടുക്കപ്പെട്ട P ശശിയെ മാറ്റുക എന്നതല്ല, മറിച്ച് ഉയർന്നു വന്ന പരാതികളെ അതിൻ്റെ മെറിറ്റിൽ പരിശോധിക്കുകയാണ് CPIM ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ശരി, P ശശിക്കെതിരായ ആരോപണങ്ങൾ, PV അൻവറിന്റെ പരാതികൾ ഏതായാലും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്നാണ് ശ്രീജിത്ത്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക്